ആകാശവാണി വാർത്താ വീക്ഷണം. കോവിഡും സാമ്പത്തിക പ്രതിസന്ധിയും. തയ്യാറാക്കിയത് സാബു ജോൺ, ബ്യൂറോ ചീഫ്, ദീപിക, തിരുവനന്തപുരം. അവതരിപ്പിക്കുന്നത് അനിൽകുമാർ. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. കോവിഡ് മഹാമാരി ലോകമെങ്ങും സംഹാരതാണ്ഡവമാടുമ്പോൾ ഇന്ത്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം വികസിത രാജ്യങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 5.8% ഇടിവുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. വികസ്വര രാജ്യങ്ങളിൽ ഉൽപ്പാദന കുറവ് 3.3% കണക്കാക്കുന്നു. ലോകം മൊത്തം കണക്കിലെടുത്താൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 4.4% കുറവുണ്ടാകും. ഇന്ത്യയിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നടപ്പു വർഷം 10.3% കുറവുണ്ടാകുമെന്നാണ് IMFന്റെ കണക്ക്. ആഗോളവൽക്കരണ നയങ്ങളോടെ സാമ്പത്തിക രംഗത്ത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നിൽക്കാനാകില്ല. ആഗോള വാണിജ്യവും നിക്ഷേപവും രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ആഗോളതലത്തിൽ പ്രതിഫലിക്കും. 2008 അമേരിക്കയിൽ ധനകാര്യ മേഖലയിലുണ്ടായ തകർച്ച ലോകത്തെ നിരവധി രാജ്യങ്ങളെ മാന്ദ്യത്തിലേക്ക് തള്ളിവിട്ടത് തന്നെ സമീപകാല ഉദാഹരണം. ഇപ്പോൾ ലോകം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി വ്യത്യസ്തമാണ്. കോവിഡ് മഹാമാരി ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു. കോവിഡ് വ്യാപനം തടയാനായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ഒട്ടുമിക്ക സാമ്പത്തിക പ്രവർത്തനങ്ങളും സ്തംഭിച്ചു. ഉൽപാദന മേഖലയിലും കയറ്റിറക്കുമതിയിലും ഇടിവുണ്ടായി. ജനങ്ങളുടെ തൊഴിലും വരുമാനവും ഇല്ലാതായി. ഇതിൽ നിന്നും കരകയറാൻ ഇനിയും ലോകരാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്തെ ഏറ്റവും കർശനമായ ലോക്ക്ഡൌൺ നടപ്പിലാക്കിയ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ അതുണ്ടാക്കിയ ആഘാതവും വലുതായിരുന്നു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടന 23.9% ചുരുങ്ങി. ലോകരാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന സങ്കോച നിരക്കായിരുന്നു ഇതെന്നും ശ്രദ്ധേയമാണ്. രണ്ടാം പാദത്തിൽ സമ്പദ്ഘടന 8.6% ചുരുങ്ങിയേക്കുമെന്നാണ് റിസർവ് ബാങ്ക് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഈ മാസം ഒടുവിൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. സാമ്പത്തിക രംഗത്തു നിന്നും നിരാശാജനകമായ വിവരങ്ങൾ പുറത്തുവരുമ്പോഴും ചില രജതരേഖകൾ കാണാനുണ്ട്. രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതും ഈ സൂചകങ്ങളിലേക്കാണ്. തുടർച്ചയായ ഇടിവിന് ശേഷം ചരക്ക് സേവന നികുതിയിൽ വളർച്ച കണ്ടു തുടങ്ങി. സെപ്റ്റംബറിൽ 3.8% ഉയർന്ന് 95,450 കോടിയായി GST വർദ്ധിച്ചിരുന്നു. ഒക്ടോബറിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ 10% വളർന്ന് 1,05,155 കോടിയായി ഉയർന്നു. കോവിഡ് പ്രതിസന്ധി വന്നതിനു ശേഷം ആദ്യമായാണ് GST വരുമാനം 1,00,000 കോടിക്ക് മുകളിലെത്തുന്നത്. സാമ്പത്തിക രംഗത്തെ ഉണർവിൻ്റെ തെളിവായി വരുമാന വർധന കാണാവുന്നതാണ്. ഉൽപാദന മേഖലയും തീവ്ര സങ്കോചത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതായി ചില കണക്കുകൾ കാണിക്കുന്നു. പർച്ചേസിംഗ് മാനേജ്മെൻറ്റ് ഇൻഡെക്സ് കഴിഞ്ഞ 3 മാസങ്ങളിൽ അനുകൂല വളർച്ച കാണിക്കുന്നു. എന്നാൽ 8 അടിസ്ഥാന വ്യവസായങ്ങൾ ഉൾപ്പെടുന്ന കോർ മേഖല ഇപ്പോഴും സങ്കോചത്തിലാണ്. തളർച്ചയുടെ തീവ്രത കുറഞ്ഞു വരുന്നത് പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. വാഹന മേഖലയിലും വൈദ്യുതോൽപാദനത്തിലും വളർച്ച കാണിക്കുന്നുണ്ട്. സമ്പദ്ഘടനയുടെ വളർച്ചയുടെ അളവുകോലായി പലപ്പോഴും ഈ മേഖലകളെ കണക്കാക്കാറുണ്ട്. തുടർച്ചയായ 6 മാസത്തെ ഇടിവിന് ശേഷം സെപ്റ്റംബറിൽ കയറ്റുമതി 5.3% വളർച്ച രേഖപ്പെടുത്തി. എന്നാൽ ഒക്ടോബറിൽ 5.4% ഇടിവുണ്ടായത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ മാസം വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് കയറ്റുമതി നീങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സാങ്കേതികമായ അർത്ഥത്തിൽ ഇന്ത്യ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. തുടർച്ചയായ 2 പാദങ്ങളിൽ നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തിയാൽ സമ്പദ്ഘടന മാന്ദ്യത്തിലേക്ക് കടന്നു എന്നാണ് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ നിർവചനം. ആദ്യ പാദത്തിൽ GDPയിൽ 24% ഇടിവുണ്ടായി. രണ്ടാം പാദത്തിലും വളർച്ച നെഗറ്റീവാണെന്ന കണക്കുകൾ വരുന്നതോടെയാണ് മാന്ദ്യം എന്ന് ഔദ്യോഗികമായി പറയാൻ സാധിക്കുന്നത്. സമ്പദ്ഘടനയെ മാന്ദ്യത്തിൽ നിന്നും കരകയറ്റുന്നതിനായി കേന്ദ്ര സർക്കാർ ഇതിനകം 3 ഉത്തേജന പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ഇതിലൂടെ 29 ലക്ഷം കോടിയിലധികം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇത് GDPയുടെ 15% വരും. ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച 3ാം ഉത്തേജക പാക്കേജിലൂടെ 1.19 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ വളം സബ്സിഡിക്കായി അനുവദിച്ച 65,000 കോടി രൂപയും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള അധിക വിഹിതമായ 10,000 കോടിയും താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്നവയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നഗര ഭവന നിർമ്മാണത്തിന് 18,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.
ഇതിലൂടെ 78 ലക്ഷം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ ഇത്രയും പണം ചെലവഴിക്കുമ്പോൾ 25 ലക്ഷം ടൺ ഇരുമ്പിനും 131 ലക്ഷം ടൺ സിമന്റിനും അധിക ആവശ്യമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഇത്തരം ഉത്തേജക പാക്കേജുകളിലൂടെ രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മൂന്നാം പാദത്തിൽ രാജ്യം ശക്തമായ വളർച്ചയിലേക്ക് മടങ്ങിവരുമെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള നാലാം പാദത്തിൽ മാത്രമേ സമ്പദ്ഘടന അനുകൂല വളർച്ചയിലേക്ക് എത്തുകയുള്ളൂ എന്നായിരുന്നു നേരത്തെ കണക്കാക്കിയിരുന്നത്. രാജ്യാന്തര റേറ്റിംഗ് ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യ മാന്ദ്യത്തിൽ നിന്നും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പുറത്തുവരുമെന്നാണ്. നടപ്പു സാമ്പത്തിക വർഷം സമ്പദ്ഘടന 9.6% സങ്കോചിക്കുമെന്നായിരുന്നു രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് നേരത്തെ പ്രവചിച്ചിരുന്നത്. എന്നാൽ സങ്കോചം 8.6% മാത്രമായിരിക്കുമെന്നാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രവചിക്കുന്നത്. മാന്ദ്യത്തിന് അല്പായുസ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് റിസർവ് ബാങ്കും കണക്കാക്കുന്നത്. ഡിമാൻഡിലും GST വരുമാനത്തിലും ഉണ്ടാകുന്ന വളർച്ചയും നിർമ്മാണ മേഖലയിലെ ഉണർവും മെച്ചപ്പെട്ട സാമ്പത്തിക പ്രവർത്തനത്തിന്റെ തെളിവായി റിസർവ് ബാങ്ക് പറയുന്നു. സാമ്പത്തിക രംഗത്തെ ചില സൂചനകൾ പ്രതീക്ഷ പകരുമ്പോഴും ഇന്ത്യൻ സമ്പദ്ഘടന സുരക്ഷിത തീരത്തേക്ക് നീങ്ങുകയാണെന്ന് പറയാനാകില്ല. സമ്പദ്ഘടന വെല്ലുവിളികളിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല. കോവിഡ് മഹാമാരി സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. യൂറോപ്പിലും അമേരിക്കയിലും കോവിഡിന്റെ രണ്ടാം വരവ് നാശം വിതയ്ക്കുന്നതിന്റെ സൂചനകൾ കാണിച്ചു തുടങ്ങി. അമേരിക്കയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം ആദ്യ വരവിലേതിനേക്കാൾ വളരെ അധികമാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും വീണ്ടും കോവിഡ് ഭീഷണിയെ നേരിടുകയാണ്. ഇവിടെയെല്ലാം ഭരണകൂടങ്ങൾ വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. ഈ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയെ ബാധിച്ചാൽ ഇന്ത്യയ്ക്കും അത് വെല്ലുവിളി ഉയർത്തും. സെപ്റ്റംബറിൽ കയറ്റുമതിയിൽ വളർച്ച കാണിച്ചതിന് ശേഷം ഒക്ടോബറിൽ വീണ്ടും തളർച്ച രേഖപ്പെടുത്തിയത് ഇതുമായി കൂട്ടി വായിക്കണം. ലോകത്ത് ഏറ്റവുമധികം കോവിഡ് ബാധിച്ചവരുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കോവിഡ് ബാധിതരുടെ പ്രതിദിന എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഉൾപ്പെടെ ഒരു രണ്ടാം തരംഗത്തിന്റെ സൂചനകൾ ദൃശ്യമാണ്. ഉത്തരേന്ത്യ കടുത്ത ശൈത്യത്തിലേക്ക് നീങ്ങുമ്പോൾ കോവിഡിന്റെ രണ്ടാം വരവിനുള്ള സാധ്യതയുണ്ടോ എന്നതും ഭീതിപ്പെടുത്തുന്ന വസ്തുതയാണ്. ഇത്തരം അനിശ്ചിതത്വങ്ങൾ സമ്പദ്ഘടനയുടെ തിരിച്ചുവരവിന് വിഘാതമാകാൻ സാധ്യതയുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ അടുത്ത വർഷം ആദ്യം വിപണിയിലെത്തുമെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാക്സിൻ വൻതോതിൽ വാങ്ങിയെടുക്കാൻ ഇന്ത്യ മുൻകൂർ തയ്യാറെടുപ്പുകൾ നടത്തിയതും പ്രതീക്ഷ പകരുന്ന ഘടകമാണ്. എങ്കിലും പുതിയ വാക്സിൻ വന്നാലും ഇന്ത്യയെപ്പോലെ ഇത്രയധികം ജനസംഖ്യയുള്ള രാജ്യത്ത് അത് എല്ലാവരിലേക്കും എത്തിക്കാൻ എത്ര നാൾ വേണമെന്നത് പ്രസക്തമായ ചോദ്യമാണ്. മികച്ച മഴ ലഭിച്ചത് രാജ്യത്തെ കാർഷികോൽപാദനം വർദ്ധിക്കുന്നതിന് സഹായിച്ചു. കാർഷിക മേഖലയുടെ വളർച്ച കൂടി ഇല്ലായിരുന്നെങ്കിൽ കോവിഡ് കാലത്തെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചുരുക്കം ഇതിലും വലുതാകുമായിരുന്നു. ഭക്ഷ്യ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനും ഇത് സഹായകമായി. എന്നാൽ ചില ആശങ്കകൾ കാണാതിരുന്നുകൂടാ. ചില്ലറ വിലക്കയറ്റം പരിധി വിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബറിൽ 7.34% വിലക്കയറ്റം. റിസർവ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്ന സുരക്ഷിത പരിധി 2 മുതൽ 6% വരെയാണ്. അതിന് മുകളിലുള്ള വിലക്കയറ്റം സമ്പദ്ഘടനയ്ക്ക് ഭീഷണി തന്നെയാണ്. ചുരുങ്ങുന്ന ആവശ്യവും ഉയരുന്ന വിലകളും സമ്പദ്ഘടനയ്ക്ക് ഒട്ടും അഭിലഷണീയമല്ല. കോവിഡ് പ്രതിസന്ധിക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ സമ്പദ്ഘടന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നതാണ് സത്യം. കോവിഡും ലോക്ക്ഡൌണും വന്നതോടെ അത് രൂക്ഷമായി. അതിൽ നിന്ന് പുറത്തു കടന്ന് രാജ്യം പഴയ നിലയിലേക്ക് എത്തണമെങ്കിൽ സർക്കാർ ഇടപെടൽ ഇനിയും ആവശ്യമാണെന്ന ചിന്തയും സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കിടയിലുണ്ട്. ഉപഭോക്തൃ ആവശ്യകത കൂടാതെ സാമ്പത്തിക തിരിച്ചുവരവ് അസാധ്യമാണെന്നാണ് ഇവരുടെ പക്ഷം. അതിന് ജനങ്ങളുടെ കയ്യിലേക്ക് പണം നേരിട്ട് എത്തിക്കുന്നതിനുള്ള നടപടികളാണത്രേ വേണ്ടത്. ഏതായാലും ഏറ്റവും ദുർഘടമായ കാലം പിന്നിട്ട് കഴിഞ്ഞു എന്ന പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം. നല്ല കാലം അകലെയല്ലെന്നും പ്രതീക്ഷിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. കോവിഡും സാമ്പത്തിക പ്രതിസന്ധിയും. തയ്യാറാക്കിയത് സാബു ജോൺ, ബ്യൂറോ ചീഫ് ദീപിക, തിരുവനന്തപുരം. അവതരിപ്പിച്ചത് അനിൽകുമാർ.